നന്ദു ഹായ്. ഹായ് നന്ദു. ഇപ്പോഴാണ് ആളെ തിരിച്ചറിഞ്ഞത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇൻ്റർവ്യൂ ഒന്നും എടുക്കാൻ പറ്റിയില്ല വീട്ടിൽ വെച്ച്. എൻ്റെ ലിപ്സ്റ്റിക്ക് എന്തോ കറുത്തിരിക്കുന്നില്ലേ, പുതിയൊരു ഷെയ്ഡാണ്. ചുണ്ട് കറുത്തിരിക്കുന്ന തൊട്ടിരിക്കുന്ന കൊള്ളാൻ നൈസാണ് ഗൈസ്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് റാന്നിയിലാണ് ഗൈസ്. നമ്മൾ എറണാകുളത്തോട്ട് പോവുകയാണ്. സംഭവം എന്താണെന്നുള്ളതൊക്കെ വഴിയെ നമ്മൾ പറഞ്ഞു തരാം. പറയില്ലേ നന്ദു? പറയില്ലേ വേണ്ട, നന്ദവൻ പറയൂലേ, പറയാൻ സമ്മതിക്കത്തില്ല. അപ്പം നമ്മൾ റാന്നിയിൽ ഇവിടെ ഒരു ഹോട്ടലിൽ തന്നെ കേട്ടോ ഫുഡ് കഴിക്കാൻ. കൂടെ നമ്മുടെ ജിത്തുണ്ട്, പിന്നെ എൻ്റെ കുട്ടനുണ്ട്. ഗൈസ് നമ്മളിവിടെ ഇതെന്തോ ഒന്നും കാണാത്തേ, എൻ്റെ ഫോൺ കത്തിപ്പോടാ ഇല്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഹോട്ടലിലാണ് വന്നത്. ഇവിടെ വന്നപ്പം പിന്നെ ചെറിയൊരു ജ്യൂസൊക്കെ മേടിച്ച്. എനിക്കിതിൻ്റെ ഈ പുളിയോടുള്ള സാധനത്തിനോട് ഭയങ്കര ക്രൈസ് ആയതുകൊണ്ട് ഞാൻ മേടിച്ചൊരു സാധനമാണ് കേട്ടോ ഇത്. നോക്ക്, പുളീൻ്റെ മിഠായി കേട്ടോ, ഭയങ്കര ടേസ്റ്റ്. കഴിച്ചോ. എന്തൊരു എക്സ്പ്രഷന്, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പൊറോട്ടയ്ക്ക് പറഞ്ഞിട്ട് നിൽക്കുക, പൊറോട്ടയ്ക്ക് വെച്ചത് പുളി ഉരുട്ടി പഞ്ചസാര വെച്ചേക്കുക. കണ്ട വേറെ പോലെ തോന്നുമെങ്കിൽ നല്ല ടേസ്റ്റ്. കൾച്ചറൽ ഫെലോ, നല്ല ടേസ്റ്റാണ്. നന്ദു വഴക്കൊടുക്കുക. നന്ദമ്മയും കൂടെ എനിക്കിങ്ങനെ എന്ത് നിന്നോന്ന് പറഞ്ഞിട്ട് ഗൈസ് നമ്മുടെ ഇങ്ങനെ ഗൈസ് നമ്മുടെ പൊറോട്ട കിട്ടിയിട്ടുണ്ട്, ചിക്കൻ കറി. അങ്ങനെ ചിക്കൻ കറിയും പൊറോട്ടയും കൂട്ടി അടിക്കാൻ പോവാട്ടോ. ഒട്ടും കൊള്ളത്തില്ലായിരുന്നു പൊറോട്ട, മരം പോലെ ഇരുന്ന് ഞങ്ങൾ വലിക്കാൻ പറ്റ പാടില്ല. ചേട്ടൻ ഫസ്റ്റേ കളഞ്ഞു, പിന്നെ ഞങ്ങൾ അപ്പം അവൻ ജിത്തു മാത്രം ചേച്ചി കളയണ്ട ചേച്ചി ഇതും പറഞ്ഞുകൊണ്ട് അവൻ കഴിച്ചു. പിന്നെ എന്തോ നമ്മളും കഴിച്ചില്ലല്ലോടാ, കഴിച്ചില്ല. പിന്നെ അവസാനം എന്താ സിപ്പപ്പ് മേടിച്ചൊരു 10ൻ്റെ സിപ്പപ്പ്. സിപ്പപ്പൊക്കെ സെറ്റാണ് കേട്ടോ. നീ വേണ്ടെന്നല്ലേ പറഞ്ഞ സിപ്പപ്പ് കൊണ്ട്, ഞാൻ എനിക്ക് മാത്രമേ മേടിച്ചുള്ളൂ, ഞാൻ തരത്തില്ല. ആ കൊണ്ടുപോയില്ലേ, ഡോണർസില്ല. ഇച്ചിരി കുടിച്ചിട്ടാ വേണ്ടേ, പിണങ്ങി നാളെ പൊന്നെ അമ്മയുടെ തൊന്തരുന്ന സ്വത്തുന്ന കുടിച്ചിട്ട് തന്നാൽ മതി കേട്ടോ. അവിടെ വെച്ച് മാന്യമര്യാദയ്ക്ക് ചോദിച്ച സിപ്പപ്പ് വേണോ എന്ന്. അപ്പം ഭയങ്കര ബിൽഡപ്പ് ആയിരുന്നു. എന്നിട്ടിപ്പം നോക്ക്, കണ്ടോ. അതിൻ്റെ തൊട്ടടുത്ത് ഒരപ്പനാണെങ്കിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ സ്നാക്സൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ മേടിക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കെട്ടിയവൻ പറഞ്ഞല്ലോ അപ്പുറത്തെ കടയിൽ നിറയുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ പറയും ഇപ്പം സമയമായി. ആ കടയല്ലല്ലോ മറ്റത്, ചിലപ്പോൾ അപ്പൂപ്പൻ്റെ നല്ലതായിരിക്കും. മേടിച്ചു തന്നില്ല. അങ്ങനെ ഗൈസ് ഞങ്ങൾ കൊച്ചിയിലെത്തി. ഇരുട്ടായി ഗൈസ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ വന്ന് ഗൈസ്, സ്വന്തം ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരി പെണ്ണായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ലുലു മാളിന്ന് ചെരുപ്പ് വാങ്ങിച്ച്, ചെരുപ്പില്ലായിരുന്നു നന്ദയ്ക്ക്. അങ്ങനെ നന്ദ ലുലു മാളിന്ന് ചെരുപ്പൊക്കെ മേടിച്ച് അങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് കറക്റ്റ് ഞങ്ങൾ എത്തിയിട്ട് പറയാം കേട്ടോ. ഗൈസ് നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ്. ഇനി എവിടാ പ്രേതമാണോ പറയുന്നു? എത്തിയില്ലടി, എന്തുവാട്
അനാഥാലയം പോലത്തെ സ്ഥലമൊക്കെ ആണല്ലോ ഇവിടെ. ഗൈസ്, അപ്പം നമ്മൾ എവിടെയാണ് പോകുന്നത് നിങ്ങൾ ആകാംക്ഷപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. സംഭവം എനിക്ക് പറഞ്ഞുകൂടാ, എവിടെയെങ്കിലുമൊക്കെ എത്തും. മാപ്പ് നമ്മളെ ചതിക്കൂലായിരിക്കും. എന്തായാലും എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ സംഭവം വിപുലമായി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ദൈവം, കൊച്ചതാ മന്ത്രമൊക്കെ ജപിക്കുന്നു. റോഡ് തീർന്നു ഗൈസ്. അപ്പൊ ഇതെന്തുവാ? ചിലപ്പോ ഫ്ലാറ്റ് വല്ലതും ആയിരിക്കും അവരെടുത്തേക്കുന്നത്. തീർന്നു, ഗേറ്റ് അടച്ച്. ടൂൾസോ പോടാ നമുക്ക്. ഓക്കെ, സെറ്റ് ഇവിടെ ആയിരിക്കും. ഓക്കെ ഗൈസ്, ഇറങ്ങാം. പേടിക്കണ്ട. ടാണ്ടായ് എന്തിനാ? ടൂൾസ് എടുക്കാനോ? ശരി ഗൈസ്. എന്തോ നോക്കിയേ ഗൈസ്, നന്ദൻ്റെ ഡ്രസ്സ് കൊള്ളാവോ? ലിറ്റിൽ ലൈറ്റിൽ നിന്നുള്ള ഡ്രസ്സാട്ടോ. ഓക്കെ, നമ്മളെ വണ്ടി തുറന്നു നടക്കുന്നേ. മക്കൾ അകത്തോടെ കയറിക്കെ, താഴോട്ട് ഇറക്കാൻ പറഞ്ഞു. അങ്ങനെ ഗൈസ് ഐശ്വര്യമായിട്ട് വഴി തെറ്റിയിരിക്കുന്നു. എൻ്റെ കെട്ടിനോട് എന്തോ ഒക്കെ ചിലപ്പോൾ അതുവഴി ഇറങ്ങി വന്നോ എന്തോ. താഴെ ഇറക്കാൻ പറയണം, നമുക്ക് തുടങ്ങി താഴോട്ട് ഇറക്കാം. താഴോട്ട് എന്തുവാ നന്ദു? എവിടാ ചേട്ടാ? എവിടാ സ്ഥലം? എവിടാ? ഓക്കെ ഗൈസ്, അപ്പൊ പച്ച ഗേറ്റാണ്. ഇതാണോ പച്ച? ഇത് പച്ച ഗേറ്റാണല്ലോ. നല്ല കണ്ട പരിചയമുള്ളൊരു സ്ഥലം. യെസ് ഗൈസ്, ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എവിടെയാണ് നമ്മൾ വന്നതെന്ന്? നിങ്ങൾക്കറിയാമോ ഗൈസ്? ഈ വീട് ഇരുട്ടായതുകൊണ്ടൊന്നും കണ്ടുകൂടല്ലേ ഗൈസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉപ്പും മുളകും സീരിയലിൻ്റെ ലൊക്കേഷനിലാട്ടോ. നന്ദു ഹായ് നന്ദു. ഇപ്പോഴാണ് ആളെ തിരിച്ചറിഞ്ഞത് ഗായ്സ്. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് നന്ദു കൊല്ലുക. കടിയാണിത്. അങ്ങനെ ഗായ്സ്, ഈ വീട് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു. നിൽക്കുന്നതിപ്പം ഉപ്പുമുളകും ലൊക്കേഷനാണ്. അപ്പോൾ അതിൽ ഇനി മുതൽ നന്ദൂട്ടി ഉണ്ടാവും. ഉപ്പുമുളകിലെ ലച്ചുവിൻ്റെ മോളായിട്ടാണ്. അമ്മേ, അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എല്ലാം പോയി സെറ്റായി തിരിച്ച് നമ്മൾ റൂമിലോട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. ഇനി നാളെയാണ് ഷൂട്ട്. ഇതെന്തുവാ, സൈറണോ? നന്ദു ഹായ് അടിച്ചേ, ബായ്. സൂക്ഷിച്ചിറങ്ങ്. നമ്മൾ റൂമിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നേക്കുവാണ്. നമ്മൾ പ്രതീക്ഷിച്ചില്ല നാളെ ഷൂട്ടിൻ്റെ കാര്യം വരുന്നത്. അതുകൊണ്ട് പിന്നെ ഡ്രസ്സ് എടുക്കാനായിട്ട് നമ്മളിവിടെ വന്നു. ഇനി ഡ്രസ്സ് എടുക്കാൻ പോവാം. അങ്ങനെ ഗൈസ്, എറണാകുളത്ത് എവിടെയോ ഒരിടത്ത് ഡ്രസ്സ് എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. എവിടെയാണെന്നൊന്നും അറിയത്തില്ല. നമ്മൾ രണ്ടാമത് ബ്രഷും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് വന്നു കേട്ടോ. ഡിസ്നി ഹൈപ്പർ മാർക്കറ്റിൽ. സത്യം പറഞ്ഞാൽ ഗൈസ്, നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല നാളെ ഇങ്ങനെ ഷൂട്ടിൻ്റെ കാര്യം ഒരു വയ്ക്കുമെന്നുണ്ട്. ഒരു സാധനവും നമ്മൾ വാങ്ങിക്കാതെ കേട്ടോ വന്നത്. ഞങ്ങൾ പെട്ടു എന്ന് തന്നെ പറയാം. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ. ബ്രഷ്, പേസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ. പിന്നെ ഇനി സോപ്പ് നോക്കുക കേട്ടോ ഗൈസ്. ഓൾമോസ്റ്റ് നാളത്തേക്കുള്ള സോപ്പ്, ചീപ്പ്, തോർത്ത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. എന്തോ പറയാനാന്ന് നോക്കൂ ഗൈസ്. നമ്മുടെ അവസ്ഥ കണ്ടോ, കവറൊക്കെ പൊക്കിതാ കാണിക്കും.
വല്ലാത്തൊരിതായിപ്പോൾ, ഒട്ടും പ്രതീക്ഷിക്കാതെ ഉള്ള കുഞ്ഞിന് പോലും ഇടാനൊരു ഡ്രസ്സ് എടുത്തില്ല എന്നുള്ളതാട്ടോ. എന്താ ചെയ്യണം, കുഞ്ഞിന് ഇനി ഇവിടെ ഡ്രസ്സ് മേടിക്കാൻ ഇല്ല ഷോപ്പ്. എനിക്ക് കുഞ്ഞിനോട് ഡ്രസ്സ് കിട്ടിയില്ല. ഈ എന്ത് ചെയ്യണമെന്നറിയത്തില്ല, പെട്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡ് മേടിക്കാനായിട്ട് വന്നു കേട്ടോ. ഗുലാബ് ജാമൊക്കെ മേടിച്ചു. എനിക്ക് ഇടിയപ്പം മതി. ഇതാണ് നമ്മുടെ റൂം. പിന്നെ നന്ദപ്പം എന്താ ഇവിടെ കിടക്കുക കേട്ടോ. നന്ദൂസേ, പിന്നെ ബാത്റൂം, പിന്നെ ബാൽക്കണി ഉണ്ടല്ലോ. പിന്നെ നമുക്കിവിടുന്ന് ബാൽക്കണി ഉണ്ട് കേട്ടോ. രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. ഇത് നല്ല സെറ്റ് വ്യൂ ആണ്. നൈസാണ് ഗൈസ്. അയ്യോ മുയല്, എടാ മുയലെടാ, എടാ മുയല്. ഓ വാ നോക്ക് ഗൈസ്. താഴെ കുറെ മുയൽ നിൽപ്പുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ ആ ഗേറ്റിൻ്റെ അടുത്തോട്ട്? മുയൽ കണ്ടോ? കണ്ടോ? മുയലാണ് ചാടി ചാടി പോകുന്നത്. ഇപ്പം തന്നെ സമയം ഏകദേശം ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 11 മണി കഴിഞ്ഞു. 11:30 ആയി. ഉറക്കം വന്ന് തലവേദന എടുത്തിരിക്കുന്നു. അങ്ങനെ ഗൈസ് നമ്മളിപ്പം നമ്മുടെ റൂമിലാണ്. അപ്പോൾ നാളെ നന്ദൂട്ടൻ ഉപ്പും മുളകിലും അഭിനയിക്കാൻ പോവാണ്. ഉപ്പും മുളക് കഴിക്കുന്ന സമയം ഉറപ്പായിട്ട് മേടിച്ചു. നാളെ നന്ദു അഭിനയിക്കാൻ പോവാന്നോ? ആരുടെ കൂടെ? ലച്ചു ചേച്ചി മോളിൽ ആരാ? അമ്മ. അപ്പോൾ ലച്ചുവിൻ്റെ മോളായിട്ടാണ് നമ്മുടെ നന്ദപ്പൻ അഭിനയിക്കാൻ പോകുന്നത് ഉപ്പും മുളകിൽ. ശിവാനി ചേച്ചി, കാശു ചേട്ടൻ, കേശു, പാറു ചേച്ചി. അപ്പോൾ ഗൈസ് ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡിൽ നമ്മൾ നന്ദൂസും കാണുന്നതായിരിക്കും. സന്തോഷമായി. അപ്പോൾ നമ്മൾ ഇനി മുതൽ ഇവിടെ സ്റ്റേ ആണ്. ചേട്ടൻ ചേച്ചി ഇവളെന്തോ പറയുന്നു. അങ്ങനെ ഗൈസ് അപ്പം എന്താ പറയുക, നാളെ രാവിലെ ഇനി 7 മണിക്ക് പോകണം. ഇപ്പം 11:30-12 മണി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഈ യൂട്യൂബ് വന്നോ കള്ളി. അങ്ങനെ ഗൈസ് സമയം 11:30 കഴിഞ്ഞു. ഞാനും നന്ദൂട്ടൻ എന്താ ഇടിയപ്പവും ചിക്കനും കഴിക്കാൻ പോവാണ്. ചേട്ടനൊക്കെ എന്താ പറയുക പെറോട്ടയാ. ഉറക്കം കാരണം വയ്യ. സോ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാൻ പോവാണ്. 11:30. നാളെ ഇനി 7 മണിക്ക് പോകേണ്ടതാണ്. അപ്പം നാളത്തെ വിശേഷമായിട്ട് നാളത്തെ വീഡിയോ വരാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.